കൊല്ലത്ത് സൗഹൃദ ക്ലാസിക്കോ മത്സരത്തിൽ മന്ത്രിയുടെ ബ്രസീലിന് തോൽവി, മേയറുടെ അർജന്റീനയ്ക്ക് വിജയം. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൗഹൃദ മത്സരത്തിലാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ബ്രസീലും മേയർ AK ഹഫീസിന്റെ അർജന്റീനയും ഏറ്റുമുട്ടിയത്. ബ്രസീലിന്റെയും അർജന്റീനയുടെയും ആരാധകരുടെ ആരവങ്ങൾക്കിടെയാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ബ്രസീൽ ടീമും മേയർ AK ഹഫീസിന്റെ അർജന്റീന ടീമും സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ആവേശകരമായ മത്സരത്തിൽ 2-1 AK ഹഫീസിന്റെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം വിജയിച്ചു. അർജന്റീനയ്ക്കായി ഇന്ത്യൻ താരങ്ങളായ അജയനും പ്രേമും ഓരോ ഗോൾ വീതം നേടി. ബ്രസീലിനായി മന്ത്രി ബിന്ദു കൃഷ്ണയുടെ മകൻ ഗോകുൽ കൃഷ്ണ ഒരു ഗോൾ നേടി. ബ്രസീലിന്റെയും അർജന്റീനയുടെയും ജേഴ്സികളും പതാകകളും അണിഞ്ഞാണ് താരങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ പതാകകൾ കൈമാറിയ ശേഷം മന്ത്രി ബിന്ദു കൃഷ്ണയും മേയർ AK ഹഫീസും ചേർന്ന് പന്ത് തട്ടിയാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്. ആദ്യ നിമിഷങ്ങൾ മുതൽ ആവേശകരമായ നീക്കങ്ങളാണ് നടന്നത്. മേയർ AK ഹഫീസ് ഗോൾ പോസ്റ്റ് ലക്ഷ്യമിട്ട് തൊടുത്ത ഷോട്ട് മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതിരോധിച്ചതും ശ്രദ്ധ നേടി. ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടെ ദേശീയ സംസ്ഥാന ടീമുകളെ പ്രതിനിധാനം ചെയ്ത മുൻ ഫുട്ബോൾ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. പഴയകാല താരങ്ങളുടെ മികവും യുവതാരങ്ങളുടെ ആവേശവും ചേർന്നപ്പോൾ ഫുട്ബോൾ ആഘോഷമായി മാറി. 24 വർഷങ്ങൾക്ക് ശേഷം ബ്രസീൽ ലോകകപ്പ് നേടുമെന്നാണ് തന്റെ വിശ്വാസമെന്ന മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഗ്രാമങ്ങളിൽ എല്ലാം കളർഫുള്ളാണ്. എല്ലാം തോരണങ്ങളും ഫ്ലെക്സുകളും. മലപ്പുറം ആണെന്ന് പറയുമ്പോൾ ഞാൻ പറയും കൊല്ലം. കൊല്ലത്ത് ഇപ്പം നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഞാൻ മുഴുവൻ സ്ഥലത്തും പോകും. എല്ലാ സ്ഥലത്തും ഇതൊക്കെ നിരന്നു കഴിഞ്ഞു. ഇപ്പം കുറച്ച് അതിനൊക്കെ അത്രയും ശ്രദ്ധ മാറണം. മുമ്പൊക്കെ ഇതൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. ലോകകപ്പ് ആഘോഷത്തിൽ കൊല്ലവും സജീവ പങ്കാളിയാകണമെന്നാണ് ആഗ്രഹമെന്ന് മുൻ ഫുട്ബോൾ താരം കൂടിയായ മേയർ AK ഹഫീസ് പറഞ്ഞു. ലോകം മുഴുവൻ കൊല്ലത്തേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ എല്ലാവരും എല്ലാ ടീമിന്റെയും ആരാധകരാണുള്ളത്. ബ്രസീലും അർജന്റീനയും മാത്രമല്ല, പോർച്ചുഗലുണ്ട്, ജർമ്മനിയുണ്ട്, സ്പെയിനുണ്ട്, ഇംഗ്ലണ്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും ആരാധകരെ കൊണ്ട് നിറയുന്ന കൊല്ലം നഗരം. മുഴുവൻ ചെറുപ്പക്കാരും ഇപ്പൊ ഫുട്ബോളിലാണ്. ക്രിക്കറ്റിനോടൊപ്പം തന്നെ, പക്ഷെ ഫുട്ബോളിലാണ് കൂടുതൽ ചെറുപ്പക്കാരുടെ താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ക്രിക്കറ്റിനേക്കാളും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇങ്ങനൊരു ഇപ്രാവശ്യം ഇത്രയും പങ്കാളിത്തം ഞാൻ പ്രതീക്ഷിച്ചില്ല. ജനപങ്കാളിത്തം ഇപ്പൊ തന്നെ ധാരാളം ആളുകൾ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. വലിയ അറിയിപ്പോ മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ നടത്തിയതാണ്. വെറും 72 മണിക്കൂർ പോലും ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അതിനകം കൊണ്ട് ഉണ്ടാക്കി സംഘടിപ്പിച്ചെടുത്താണ് ഈ ടീമായാലും ഇതിന്റെ സംഘാടനവും എല്ലാം അങ്ങനെ നടന്നത്. 72 മണിക്കൂർ നടന്ന. ന്യൂസ് ബ്യൂറോ, കൊല്ലം.